നന്മ 24ലേക്ക് സ്വാഗതം. ക്യാൻസർ രോഗം ബാധിച്ച രേഷ്മയുടെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ച്. കാക്കനാട് മൈതല വീട്ടിൽ MA ബിജുവിൻ്റെ മകൾ രേഷ്മ രഞ്ജിത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. നിർധനമായ ഈ കുടുംബത്തിൽ താങ്ങാനാവാത്ത വിധത്തിലുള്ള ഒരു സംഖ്യയാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്തും ആ കുടുംബത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം ഒറ്റയ്ക്ക് താങ്ങാനാവാത്ത ഒരു നിലയിലാണ് ഇന്ന് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി നിന്ന് ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് ഇവിടെ സംഘടിപ്പിച്ചത്. രേഷ്മയ്ക്ക് 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 2 പെൺകുട്ടികൾ, നിർധന കുടുംബം. ഇവരെ നമ്മൾക്ക് സഹായിക്കാം. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലോ അക്കൗണ്ട് നമ്പറിലോ തുകകൾ അയക്കാം. ഇന്നത്തെ ബിരിയാണി ചലഞ്ചിൽ 4000-ൽ പരം ആളുകൾ പങ്കെടുത്തു. യുവ കൂട്ടായ്മയുടെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിരിക്കുകയാണ് ഇവിടെ. ഇത് നമുക്കറിയാലോ, ഒരു പാവപ്പെട്ട നമ്മുടെയൊക്കെ ഒരു പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം നമ്മൾ നടത്തുന്നത്. ഞങ്ങളിങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നതിന് അത് വയ്യാതിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. രോഗിയായ കുട്ടി വളരെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. അവരെ നമ്മൾ ഈ തുച്ഛമായ ഒരു ചാരിറ്റി എന്ന നിലയ്ക്ക് തുച്ഛമായ രീതിയിൽ നമ്മൾ ഈ ഒരു ബിരിയാണി ചലഞ്ചിലൂടെ കിട്ടുന്ന തുക അവർക്ക് കൊടുത്ത് നമ്മൾ അവരെ സഹായിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും തന്നെ ആ കുടുംബത്തെ സഹായിക്കണം. എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. അറിയാലോ, 2 കൊച്ചുങ്ങളുണ്ട്. മൂത്ത കൊച്ചിന് ആകെ 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ യുവ കൂട്ടായ്മ എല്ലാവരും ഒരു സഹായം ചെയ്തു. 4000-ഓളം ബിരിയാണികൾക്ക് ഞങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും ആവുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയൊരു സഹായം, ചെറുതായ അവർക്കൊരു വലിയ സഹായമായി മാറും. അത് അവരെ സഹായിക്കുക. ഏകദേശം ഒരു 4000-ഓളം ബിരിയാണി ഞങ്ങൾ ഇന്നിവിടെ പാകം ചെയ്ത് ആളുകൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. സുമനസ്സുകളുടെ സഹായത്താലാണ് ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലൊരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 2 ചെറിയ പെൺകുട്ടികളുള്ള ഒരു അമ്മ കൂടിയാണ് ശ്രീ രേഷ്മ. ഇളയ കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സ് പൂർത്തിയായതേ ഉള്ളൂ. പാൽ കുടിക്കാൻ പോലും വയ്യാതെയാണ് ആ കുട്ടി ഇന്ന് ജീവിച്ചു പോകുന്നത്. കഠിനമായ വേദന സഹിച്ചാണ് ഇന്ന് രേഷ്മ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. 2 ചെറിയ കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും, പിന്നെ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള എല്ലാ ആളുകളും സഹായം ഇതിനു വേണ്ടി ഒരു ബിരിയാണി ചലഞ്ച് ഇതൊന്നുമില്ലാതെ എല്ലാവരും തന്നെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ള എല്ലാവരും ഇതിനോട് വളരെ സന്നദ്ധമായി തന്നെ അതിന് പ്രവർത്തിക്കുന്നതും ഇതിന് പങ്കാളികളാവുന്നതും. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നടത്താൻ തീരുമാനിച്ചു. അപ്പം എല്ലാവരും ഇതിന് ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, തൃക്കാക്കര എന്ന് പറയുന്ന ഒരു മഹാബലിയുടെ നാടാണ്. തൃക്കാക്കരയിൽ ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു ആപത്തിനെ എത്രത്തോളം ആ ആപത്തിൽ നിന്ന് മുക്തി നേടിക്കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഇതിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. തുടർന്നും ആ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ചികിത്സയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഭീമമായ തുക തന്നെ വേണം. ഞങ്ങളുടെ ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന തുക ഞങ്ങൾ ഇത് കൊടുക്കും. എങ്കിലും പോരാതെ വരുന്ന നല്ല ഭീമമായ ഒരു തുക കൂടി ആ കുടുംബത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ആ കുടുംബത്തിന് നൽകണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഗൂഗിൾ പേ നമ്പറും ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത തൃക്കാക്കരയിലെ നല്ലവരായ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ ഇതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സൽപ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരെയും നന്മ 24 അഭിനന്ദിക്കുന്നു. ഇതോടൊപ്പം നമ്മൾക്കും കൈകോർക്കാം. സഹായങ്ങൾ അയക്കേണ്ടവർ ഗൂഗിൾ പേയിലോ അക്കൗണ്ട് നമ്പറിലോ അയക്കുക. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.